ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രം. അത്യുഗ്രഭാവത്തിലുള്ള പരമശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ശിവഭഗവാന് അഭിമുഖമായി മഹാവിഷ്ണു ഭഗവാൻ പ്രത്യേക ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ഉപദേവതകളായി 5 വ്യത്യസ്ത ഭാവങ്ങളിൽ ശിവപ്രതിഷ്ഠകളും ഗണപതി, അയ്യപ്പൻ, നാഗദൈവങ്ങൾ എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട്. കൃഷ്ണഭക്തനായ വില്ലുമംഗലം സ്വാമിയാർ ഒരു ദിവസം തന്റെ ആശ്രമത്തിൽ കൃഷ്ണപൂജ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഉണ്ണിക്കണ്ണൻ അദ്ദേഹത്തിന്റെ പുറകിൽ വന്നു നിൽക്കുകയും അദ്ദേഹത്തിന്റെ കണ്ണുകൾ പൊത്തുകയും ചെയ്തു. എന്നിട്ടും സ്വാമിമാർക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. അദ്ദേഹം ഉണ്ണിക്കണ്ണനെ പുറം കൈ കൊണ്ട് തട്ടി. ഇതിൽ ദുഃഖിതനായ ഭഗവാൻ ഇനി തന്നെ കാണണമെങ്കിൽ അനന്തൻകാട്ടിൽ വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം അനന്തൻകാട് തിരക്കി പുറപ്പെട്ടു. ഒരുപാട് പേരോട് ചോദിച്ചെങ്കിലും ആർക്കും അതിനെക്കുറിച്ച് ഒരു അറിവുമുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരു വനപ്രദേശത്തെത്തി. അവിടെ ഒരു കുടിൽ നിന്നും ഒരു അമ്മയും മോനും കൂടെയുള്ള സംഭാഷണം കേട്ടു. ആ സ്ത്രീ ആ കുട്ടിയോട് പറയുകയാണ്, ഇനി നീ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിന്നെ അനന്തൻകാട്ടിലേക്ക് വലിച്ചെറിയും എന്ന്. അപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു, ഈ അനന്തൻകാട് എവിടെയാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് തന്നെയാണ് അനന്തൻകാടെന്ന്. സ്വാമിയാർ ആ കാട്ടിലേക്ക് പ്രവേശിച്ചതും അദ്ദേഹം അത്യത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. താൻ അന്വേഷിച്ചു വന്ന ബാലൻ ഒരു ഇലിപ്പ മരത്തിൽ ലയിച്ചു ചേരുന്നതായിരുന്നു അത്. ഉടൻ തന്നെ ആ ഇലിപ്പമരം മറിഞ്ഞു വീഴുകയും അതിൽ നിന്ന് സ്വയംഭൂവായി അനന്തശയന രൂപം പിറവിയെടുക്കുകയും ചെയ്തു. പക്ഷേ ആ രൂപം വളരെ വലുതായിരുന്നു. ഭഗവാന്റെ തല തിരുവനന്തപുരത്തിന് തെക്കുള്ള തിരുവല്ലത്തും ഉടൽ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തും പാദങ്ങൾ തൃപ്പാദപുരത്തുമായിരുന്നു. അങ്ങനെ ഭഗവാന്റെ തൃപ്പാദങ്ങൾ കിടന്ന സ്ഥലം അതിനാണ് തൃപ്പാദപുരം എന്ന് പേര് കിട്ടിയത്. പിന്നീട് ഇത് തൃപ്പാപ്പൂർ എന്നും അറിയപ്പെട്ടു. ഇത് കണ്ട സ്വാമിയാർ തന്റെ കയ്യിലുള്ള യോഗദണ്ഡിന്റെ 3 മടങ്ങ് വലിപ്പത്തിലേക്ക് ചുരുങ്ങാൻ ഭഗവാനോട് അഭ്യർത്ഥിക്കുകയും അതിനനുസരിച്ച് ഭഗവാൻ ചുരുങ്ങുകയും ചെയ്തു. തിരുവല്ലത്ത് പരശുരാമനും തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമിയായ വിഷ്ണുവും തൃപ്പാപ്പൂരിൽ ശിവനും കുടികൊണ്ടു. ഈ 3 ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് തൊഴുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെ ശ്രീ പരമേശ്വരനും മഹാവിഷ്ണുവും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം മീനരോഹിണിയാണ്. ആ മീനരോഹിണി ദിവസം ഇവിടെ ഉത്സവ ബലിയും നടത്തപ്പെടുന്നു. മുഖ്യദേവനെ പീഠത്തിലിരുത്തി പൂജാതി കർമ്മങ്ങൾ നടത്തി നിവേദ്യ അർപ്പണത്തിനു ശേഷം അലങ്കാര ദീപാരാധനയോടുകൂടി ഈ ഉത്സവം പര്യവസാനിക്കുന്നു. ഈ ദീപാരാധനയാണ് ഉത്സവ ബലി ദർശനം. ഈ സമയം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് സർവൈശ്വര്യവും രോഗശാന്തിയും മംഗല്യ തടസ്സം മാറ്റവും എല്ലാം കിട്ടുന്നു. രോഹിണി നാളിലാണ് നടത്തുന്നതെങ്കിലും ഈ ഉത്സവങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശ്രീ പരമേശ്വരന് വേണ്ടിയാണ് നടത്തപ്പെടുന്നത്. മറ്റൊരു പ്രധാന ഉത്സവമാണ് വിദ്യാരംഭം. ഇതിൻ്റെ ക്ഷേത്രത്തെ നിർമ്മിതിയൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ മഹാവിഷ്ണുവിൻ്റെ പാദം പതിഞ്ഞ സ്ഥലമാണ് ഇത്. ഈ അമ്പലത്തിൽ മഹാവിഷ്ണുവിനും ശ്രീ പരമേശ്വരനും ഒരുപോലെ പ്രാധാന്യം നൽകി വരുന്നു. തുലാമാസത്തിലെ ചിത്തിര ആറാട്ടായി 8 ദിവസത്തെ ഉത്സവം, കുംഭമാസത്തിലെ ശിവരാത്രി, ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി എന്നിവയും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ്. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തിനടുത്താണ് തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രം. ഓം നമഃ ശിവായ.